ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ഡിവൈൻ പ്രോഫറ്റ് ടാറോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നോ? ഇപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് ലവ് ഏഞ്ചൽസ് നിങ്ങളോട് എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ലവ് ഏഞ്ചൽസ് നിങ്ങളോട് ഇപ്പോൾ എന്താണ് പറയുന്നത് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പിൽ എന്താണ് ഇപ്പോൾ അറിയേണ്ടതെന്ന് നമുക്ക് നോക്കാം. Reconciliation. Someone from your past is or will be returning to your life soon. അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളുടെ പാസ്റ്റിൽ നിന്നുള്ള ഒരു വ്യക്തി വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു വ്യക്തി വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, നോക്കാം. ന്യൂ ലവ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരാൾ വരുന്നുണ്ട് പറഞ്ഞു. അടുത്തത് ന്യൂ ലവ് ആണ് വന്നിരിക്കുന്നത്. എ ന്യൂ ചാപ്റ്റർ ബിഗിൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരു ന്യൂ ചാപ്റ്റർ ബിഗിൻസ്, വെദർ ഇറ്റ് ഈസ് വിത്ത് എ ന്യൂ പാർട്ട്ണർ ഓർ ഇൻ എ കറണ്ട് റിലേഷൻഷിപ്പ്. അപ്പോൾ നിങ്ങളുടെ വ്യക്തി അല്ലെങ്കിൽ നിങ്ങളിൽ ഉള്ളതായിട്ടുള്ള പാർട്ട്ണറുമായിട്ട് ഒരു പുതിയ ചാപ്റ്റർ ബിഗിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ പുതിയൊരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ്. നിങ്ങളുടെ കറണ്ട് റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ ഒരു പുതിയ തുടക്കമായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി ഒരു പുതിയ ലവ്, ഒരു ന്യൂ ലവ് നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. എന്തായാലും ഒരു ന്യൂ ചാപ്റ്ററാണ് വരുന്നത്. ഓവർ തിങ്കിങ്. പ്ലേയിങ് നെഗറ്റീവ് സിനാരിയോസ് ഇൻ യുവർ ഹെഡ് ഈസ് ക്രിയേറ്റിംഗ് ഇഷ്യൂസ് വിച്ച് വേർ ദർ അറ്റ് ഫസ്റ്റ്. ഓക്കെ, അപ്പോൾ ഓവർ തിങ്കിങ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നിങ്ങളിലേക്ക് വരുന്ന ഇഷ്യൂസ്. ഓക്കെ, അത് എന്ത് ചെയ്യുക, അത് കളയുക എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അത് അടുത്ത് ബോട്ടണ്ടൊക്കെ വന്നിരിക്കുന്നത് അതാണ്. ബി ഒപ്റ്റിമിസ്റ്റിക്. കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് യു ക്രിയേറ്റ് യുവർ റിയാലിറ്റി. യു കാൺ അട്രാക്ട് ലവ് വിത്ത് എ നെഗറ്റീവ് മൈൻഡ് സെറ്റ്. ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്തായാലും ഒരു നല്ലൊരു റിലേഷൻഷിപ്പിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് വളരെയധികം ഒപ്റ്റിമിസ്റ്റിക് ആവുക, ശുഭാപ്തി വിശ്വാസത്തോടെ ഇരിക്കുക. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനും നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ഹാർട്ട് ഓപ്പൺ ആക്കി വെക്കാനുമാണ് പറയുന്നത്. എങ്കിൽ മാത്രമാണ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. കറക്റ്റ് ലവ് എന്താണ്, ഇവിടെ ന്യൂ ലവ് ഉണ്ട്. അപ്പോൾ അത് അട്രാക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ ഉള്ളതായിട്ടുള്ളതിൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകണമെങ്കിലും അതാണ് വേണ്ടത്, ഒപ്റ്റിമിസ്റ്റിക് ആവുക. അപ്പോൾ ഇതാണ് റീഡിങ്. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ റെസനേറ്റ് ചെയ്യുന്നുള്ള കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എങ്കിലാണ് നിങ്ങളുടെ എനർജി കൂടി ഇതിലേക്ക് വരുന്നത്. Thank you for watching.